نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وقال الله تعالى في مكان آخر أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഇസ്സത്തോ മുഅ്മിനീങ്ങളെ സഹോദര സഹോദരിമാരെ സർവശക്തനായ അല്ലാഹുവിന്റെ ആശയ ആദർശത്തോ ജീവിതത്തിലെ എല്ലാ ഭാഗത്തിലും പ്രാവർത്തികമാക്കിയിട്ട് പ്രാക്ടിക്കലാക്കിയിട്ട് മോമിനായിട്ട് മുഖത്തേക്ക് ജീവിക്കുക എല്ലാവരും പ്രയത്നം ചെന്നിട്ട് എൻ്റെ നഫ്സിനെ മറക്കാണ്ട് എല്ലാ ഓരോരുത്തർക്കും ഒന്നാമത് ഈ വസിയത്താക്കൽ ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഏറ്റവും നല്ല മുത്തഖിയായ മനുഷ്യർക്ക് മോമിനായിട്ട് ജീവിക്കൂ തൗഫീഖ് തന്നോളേക്ക് ഉടനെ നോട്ടീസ് ചെയ്തതുപോലെ അവിടെ ജന്നാത്തുൽ ഫിർദൗസ് സ്വഭാവങ്ങൾ എല്ലാവരെയും നോട്ടീസ് ചെയ്ത് പാടി തന്നോളേ ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ജീവിക്കുന്നതായ എനിക്ക് ചെമ്പത്തെ അനുഗ്രഹ നിയമത്തിൽ അനുഗ്രഹിച്ചു അള്ളാഹു ഞങ്ങളെ അവന്റെ മക്കളാക്കിയ ചെന്നത് ഏറ്റവും വലിയ നിയമത്തിൽ ചെമ്പകാലമാണ് പെരുത്തട്ടിരിക്കുമ്പത്തി നൽകല്ലാഹു ഹിദായത്ത് തന്ന അവന്റെ തൗഹീദിൽ അടിവളിച്ച് ജീവിക്കുന്നതായ തൗഫീഖ് തന്ന ഇതായിരിക്കും
ನನಗೆ ഏറ്റവും വലിയ നാം പരലോക വിജയത്തിനായിട്ടുള്ള തൗഹീദിൽ ജീവിച്ചിട്ട് അവസാന മരണപ്പെട്ടിടത്തോളം തൗഹീദിനെ അടിവരച്ചിട്ട് മരിക്കുന്നതായ ടൈമിലോ ഈമാനോടുകൂടെ മൗത്താവുക നമുക്ക് എല്ലാവരും ആവതനുണ്ട്. ദുനിയാവിൽ തൗഹീദില്ലാണ്ട് ജീവിച്ചവന്റെ ജീവിത ലോസിൽ ഒരു ഫായതയും. തൗഹീദ് എല്ലാത്തിനാളും മുഖ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതായ ആ തൗഹീദ്. അല്ലാഹുവല്ലാണ്ട് ഇബാദത്ത് അർഹനായിട്ട് ആരുമില്ല. അത് എത്ര വലിയതാവട്ടെ ചെറിയതാവട്ടെ എല്ലാവരും ഏകനായ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യട്ടെ. ദുആ ചെയ്യുന്നത് ഇബാദത്തിൽ ഏറ്റവും തൗഹീദിൽ ഏറ്റവും മുഖ്യമായ ഭാഗം. ആ തൗഹീദിൽ ഏറ്റവും മുഖ്യഭാഗത്ത് ചുംബകാലമാകുന്ന സമുദായത്തിൽ അള്ളാഹുവിനെ കൊണ്ടിട്ട് അള്ളാഹുവിന്റെ സൃഷ്ടിമാരുടെ അർപ്പിച്ചിട്ടുള്ള അപ്പൊ അതിന്റെ സന്ദർഭത്തിൽ ഞങ്ങളെ റബ്ബിനെ കൊണ്ടിട്ടു ಬೇರೆ ಅಲ್ಲಾಹನ ಸೃಷ್ಟಿರಟ್ಟು ನನ್ನ ಶೀಘ್ರ ಶಿಫಾಕುಗಳು ನನ್ನ ಕಷ್ಟದ ನಿವಾರಣೆ ಹಾಕುಗಳು ನನ್ನ ಬುದ್ಧಿಮಟ್ಟ ದೂರ ಹಾಕುಗಳು ನನಗೆ ಕೇಳುತ್ತೀರಾ ಅಲ್ಲಾಹ ಮಾತ್ರ ಇದ್ದೀರ ನನ್ನ ಬುದ್ಧಿಮಟ್ಟ ದೂರ ಹಾಕವನು ನನ್ನ ಶೀಘ್ರ ಶಿಫಾಕರವನು ಅವನು ಮಾತ್ರ ನನ್ನ ಪಾಪത്തെ ಮಾಪಾಕರವನು ಅಲ್ಲಾಹ ಮಾತ್ರ അല്ലാഹുവല്ലാത്ത എത്ര വലിയ സൃഷ്ടിയായാലും ശരി അല്ലാഹുവല്ലാത്ത ആരും നമുക്ക് ഓരോ ഞങ്ങളെ സ്വീകർഷിപ്പാക്കുക ഞങ്ങളെ ബുദ്ധിമുട്ട് ദൂരാക്കുക ഞങ്ങളെ പ്രോബ്ലംസ് ദൂരാക്കുക സാധ്യമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തൗഹീദിൽ അടിവരച്ചിരിക്കും. ഏത് ടൈമിലും ഞങ്ങൾ ശിർക്കിന് പോകേണ്ടതായ ചാൻസസ് ഉണ്ട്. തൗഹീദിനെ പൊട്ടത്തും ശിർക്കിന് പോകാനുള്ള തൊഴിൽ വിളിച്ചോടുള്ള വേറെ തൊഴിൽ അവർക്ക് ഒരു ക്യാരക്ടർ ചിലത് ഇതായിരിക്കും സിറാത്തുൽ മുസ്തഖീം പിന്നെ ഭക്ത സൈനികവും എടുത്ത സൈനികവും ചെണ്ടകരായിട്ട് എന്നും ചേർത്ത് ഈ ഗരയിൽ ഓരോരോ ഗരയും ശൈത്താൻ വെച്ചിട്ടുള്ള അവർ നരകത്തിന് വിളിച്ചുകൊണ്ട് പോവുകയും നരകത്ത് കോടിക്കുട്ടികൾ പോവുകയും ആ സിറാത്തുൽ മുസ്തഖീമിലും ഞങ്ങൾ നിൽക്കാണ്ട് അവരൊത്ത വിശ്വാസമുണ്ട 21 വിശ്വാസമുണ്ട 23ാമത്തെ വിശ്വാസമുണ്ട ആ വിശ്വാസത്തെ ഈ ഈമാന്റെ ആ വിശ്വാസത്തെ ഞങ്ങൾ പോവാണ്ട് അല്ലാഹു ഖുർആനിലും മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും പരിപാലിക്കുന്ന ഖുർആനും ഹദീസിലും ബന്ധമുള്ള സഹിയായ വിശ്വാസത്തെ അതിനെ പരിശീലിക്കും. എത്ര പരിക്കും പോണ്ട എത്ര പരിക്കത്തിന് ചെലവാക്കുക എത്ര ടൈം യൂസ് ആക്കുക തൗഹീദ് പഠിക്കുക. ബാക്കി എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നരകങ്ങൾക്ക് ഹറാമായി പോലെ ആ ശിർക്കിൽ നിന്ന് രക്ഷമാവും. തൗഹീദിൽ അടിവരച്ച് ജീവിക്കുക. അത് പഠിക്കുക. എന്ത് വെച്ചത് ശരിയായിട്ട് പഠിച്ചിട്ട് അതിനെ ഉൾക്കൊള്ളുമ്പോൾ ടൈമിനെ കണ്ടെത്തും. അങ്ങനെ പ്രയാസത്തെ ടൈമുള്ളൂ നിങ്ങൾക്ക് സഹായം ആഗ്രഹം ആഗ്രഹം അമ്മയും ജീവൻ ഒരു പ്രയാസത്തിൽ കഷ്ടത്തിൽ കൂടതായ മനുഷ്യ അവന്റെ ദുആ അവന്റെ ദുആ ഉത്തരപ്പെടുത്തുന്ന ആളുണ്ടായി അവന്റെ ബുദ്ധിമുട്ട് ദൂരാക്കുന്ന ആളുണ്ടായി നിങ്ങളെ പ്രതിനിധിയാക്കുന്ന ആളുണ്ടായി ഞങ്ങളെ കഷ്ടത്തെ ദൂരാക്കുന്നു ഞങ്ങളെ ബുദ്ധിമുട്ട് ദൂരാക്കുന്നു. അല്ലാഹുവല്ലാണ്ട് ആരുമില്ല. അല്ലാഹു വേറെ നാമത്തുള്ള എനിക്ക് അതിനെ നിങ്ങൾ സ്വന്തം കുറോടിപ്പിക്കാനുള്ള ആലോചന കുറോടിപ്പിക്കാൻ. അപ്പൊ ഞങ്ങളെ കഷ്ടത്തെ ടൈമിൽ ചെമ്പതാളമാകും. കഷ്ടത്തെ ടൈമിലേക്ക് നരകത്തോടെ പോകണം. കഷ്ടത്തെ ടൈമിലേക്ക് പാപഭീമാനോടെ പോകണം. സീക്ക് സിപ്പാഹികളെ ദാനപ്പെട്ട ട്രീറ്റ്മെന്റ് ആക്കിയാൽ പറ്റി സിപ്പാഹിനെ ചിലപ്പോൾ 3, 4, 5 ഡാക്ടർ പോയാൽ എവിടെ സിപ്പാഹി അള്ളാഹു ഇഷ്ടം അള്ളാഹു പരീക്ഷിക്കണമല്ലോ. അവൻ ആലോചനാക്കിയിട്ട് ഇത് അള്ളാഹുടെ പരീക്ഷനാക്കി അങ്ങനെ അവസാനം വൈദ്യ ആരോടാണ് ചെന്നാൽ നികത്തൊരു ചാനൽ പോണില്ല അവിടെ
ബീവിമാരുള്ള അങ്ങനെ സീക്കിര സിഫാക്കളാണ്. നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് നിങ്ങളെ എന്ത് ആഗ്രഹത്തെ സഫലീകരണം വേണമെങ്കിൽ നിങ്ങൾ കേൾക്കൂ. അവനിക്ക് എല്ലാം തീർത്താണ്ടാണ് ചെന്നിട്ട് അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാകും. ഭവിഷ്യത്ത് ഉൾക്കൊണ്ടു വെച്ചിട്ട് അനിയുടെ വലിയ നകലി ഭാവമാരുണ്ട പോയിട്ട് നിങ്ങളെ ആഗ്രഹത്തെ സഫലീകരിക്കോ കേൾക്കണം. അങ്ങനെ അല്ലാഹുവല്ലാത്ത ഒരേ ഒരാളുള്ളൂ ഞങ്ങളെ സീക്കറോ ഞങ്ങൾ ആഗ്രഹത്തെ സഫലീകരിക്കോ സാധ്യത അല്ലാഹുവല്ലാണ്ട്. ഈ കഷ്ടത്തെ ടൈമിൽ ഞങ്ങളുടെ കഷ്ടത്തെ ദൂരാക്കുക അല്ലാഹുവല്ലാണ്ട് സാധ്യത. വൈദാ മസ്സകും വദ്ദുർ ഫിൽ ബഹരി ضل അൻ തദ്ഊന ഇല്ലാ ഇയ്യാ. ആളുകളോട് ബുദ്ധിമുട്ട് പോകാൻ കടലിൽ യാത്ര പോയ ടൈമാണ്. കടലിൽ യാത്ര പോയതായ ടൈമാണ് ഒരു ജോർ കാത്ത് വന്നിട്ട് ആ കപ്പല് അല്ലെങ്കിൽ ആ ഡോണി അല്ലെങ്കിൽ യന്ത്രം പോലുള്ള അത് കാത്ത് വന്നിട്ട് കീഴിൽ മുങ്ങിപ്പോയതായ ഒരു അവസ്ഥയെത്തി. ആ ടൈമിൽ ചോറ് പിന്നുകായി ചണ്ടമാറത്ത് വന്നിട്ട് ഓരോ കുടുങ്ങിപ്പോടാണ്ട് ചെന്ന് എത്തുപറ്റുക. അവളോ ഒരാളും വിളിക്കില്ല, അള്ളാഹുവിനെ മാത്രം. അള്ളാഹുവിനെ വിളിച്ചതായ കിഴലിക്ക് മറ്റ് ആരോട്ടുകൾ വിളിച്ചു മാഞ്ഞിപ്പോയാൽ ഇല്ലാണ്ട് ആ ടൈമിൽ അള്ളാഹുവല്ലാണ്ട് നിനക്ക് സഹായാക്കളോട് ആരുമില്ല ചെന്ന് അവന്റെ മനസ്സിൽ വേണ്ടി അങ്ങനെ അള്ളാഹുവിനോട് തൊഴിലാക്കണം. ഇസ്ലാം കപ്പലാക്കും കാരണതേക്കുന്നത് കപ്പലിൽ പോയോ മക്കളുടെ മക്കത്തോ ഓടിച്ച് കപ്പലിൽ പോയോ. കപ്പലിൽ പോയതായ സമയത്തില് ആ ടൈമിൽ ചോറ് കാത്തു വന്നിട്ട് 4 സൈഡും കാത്തു വന്നിട്ട് ആ കപ്പൽ മൂന്നതായ ടൈമോ ആ കപ്പലിലെ ക്യാപ്റ്റൻ ചെന്ന ഇതാ ഈ കപ്പലിൽ ബച്ചവാവട്ടെ നിങ്ങൾ ആരാധ്യന്മാർ വിളിച്ചെങ്കിൽ ബച്ചവാവ് സാധ്യയില്ല. അള്ളാഹുവോട് ഇഖ്ലാസോട് ദുആ ചെന്നിട്ട് ആ ടൈമിൽ ഇക്രിമാ റളിയല്ലാഹു അൻഹു വെച്ചനാക്കിയോ കരയുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേയല്ല ചൊല്ലോ നാലെല്ലാവരും ഇതിൽ നിന്ന് ബച്ചവായിട്ട് കരയെത്തിയില്ലേ. നാല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി വിശ്വാസത്തിലേക്ക് വെച്ചെത്തി. അങ്ങനെ കരൽ ബച്ചവായ ഇക്രിമാ റളിയല്ലാഹു അൻഹു വിശ്വാസം വെച്ചിട്ട് ഇസ്ലാം കബൂലാക്കി. അങ്ങനെ കരലാവട്ടു മേലാവട്ടു ഫ്ലൈറ്റ് പോകത്താവട്ടു അല്ലെങ്കിൽ വേറെ സന്ദർഭത്തിൽ വേണമാവട്ടു നൽകി അല്ലാഹുവല്ലാണ്ട് സഹായാക്കുക ആരുമില്ല എന്ന നിഷ്കളങ്കമായ വിശ്വാസം മനസ്സിലെ ആളുള്ള ജാഗാവട്ടു അതില്ലാത്ത ജാഗാവട്ടു ഫ്ലൈറ്റ് പോകട്ടു ട്രെയിനിൽ പോട്ടു കടലിൽ പോട്ട് ഏത് ജാഗയിൽ വേണം പോകൂ. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാൻ അവസാനത്തെ ചെന്നില്ലേ നിങ്ങൾ അല്ലാഹുവിന്റെ ദുആ നടത്തിയില്ലാണ്ടെങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കലാക്കി നിങ്ങളെ ഖ്യാലാക്കലാക്കി. അല്ലാഹുവിന്റെ ദുആ കൊണ്ടുള്ള അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള എന്ന വിഷയം ഈ സന്ദർഭത്തിൽ അർത്ഥാക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിലെ എല്ലാ ഭാഗത്തിലും തൗഹീദ് ഉൾക്കൊള്ളണമോ. അല്ലാഹു സൂറത്തുൽ യൂനുസ് 6-ാമത്തെ ആയത്തിൽ വലാ തദഉ മിൻ ദൂനില്ലാഹ് നീ അല്ലാഹുവിനെ വിട്ടിട്ട് വേറെ ആരും കൊണ്ടുവരേണ്ട. ഉപദ്രവം ചെയ്യാൻ സാധ്യമില്ലാത്ത ഒരാളെ കൊണ്ടും നീ വരക്കേണ്ട. അല്ലാഹുവിനെ വിട്ടിട്ട് അല്ലാഹുവിനെ സൃഷ്ടിമാരോട് കൊണ്ടുവരുന്നതായെങ്കിൽ നിങ്ങളെ കഷ്ടത്താവട്ടു നിങ്ങളൊരു പ്രയോജനം സാധ്യമില്ലാത്ത നിങ്ങളെ കഷ്ടത്തിലാക്കും സാധ്യമില്ലാത്ത നിങ്ങളൊരു ഉപകാരമാക്കും സാധ്യമില്ലാത്തവരുണ്ടോ നിങ്ങൾക്ക് ഉപകാരമെങ്കിൽ നിങ്ങൾ ആശ്രമാക്കിയെങ്കിൽ നിങ്ങൾ അക്രമിയായാൽ നിങ്ങൾ മാന്യമായാല് നിങ്ങൾ അക്രമിമാരിൽ പെട്ടുപോയാൽ ചെന്ന് ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പടിപാടി തരണം. അക്രമി ആവാണ്ടിക്കോണം അക്രമി ആവാണ്ട് തൗഹീദിൽ അടിയുറച്ച അവരോട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതാണ്. ഞങ്ങളെ സൃഷ്ടിച്ചതായ റബ്ബ് ആകാശഭൂമിയെ സൃഷ്ടിച്ചവനോ
ഞങ്ങളെ ഹാർട്ട് ഒരു മിനിറ്റ് നിന്നുപോയത് എന്തായിപ്പോ നിങ്ങളുടെ അവസ്ഥ? ആ ഹാർട്ടിലെ നടപ്പാട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ആയില്ലേ, ആ ഹാർട്ട് പമ്പാക്കി കൊണ്ടില്ലേ, പ്രതി ഒന്നരയും അറിഞ്ഞുകൊണ്ടില്ലേ, പ്രതി ഒന്നുമാണ് കണ്ണു തപ്പാണ്ട് മാറും സാധ്യമില്ലാത്ത ഏകനായ റബ്ബില്ലേ അവന്റെ കിടകിക്കൊണ്ട് കൈവയ്ക്കേണ്ടത്. ആദരവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നോ റബ്ബിനോട് കൈവയ്ത്തിന് കേട്ടാറാ തുറത്താറാട്ടെങ്കിൽ അത് എന്തും തറാട്ട് സീറോ ആയിട്ട് കൊണ്ടത് അള്ളാഹു ചങ്ങീക്കറാച്ചെത്തി. അപ്പൊ അത് കഴിക്കുന്ന ഞങ്ങളുടെ ഏകനായ റബ്ബിനെ എല്ലാവരും കൈവയ്ക്കുക. അള്ളാഹു വാലിമാരി ആരക്രമി ദുർഗപ്രമേയമാരി ഒമൻ അദല്ലു ഒമൻ അദല്ലു ആർദവിപോയോ മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന്റെ കൂട്ടത്തിൽ ധാരാളമായിട്ട് ദുആ ചെയ്യുക. വല്ലാ യസ്തജീബു ലഹു നമുക്ക് ജവാബ് കൊടുക്കല. അല്ലാഹു അല്ലാതെ ആർക്കാണ് ദുആ ജവാബ് കിട്ടുക? എവിടെ ജവാബ് കിട്ടല? ഇലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ ഖിയാമത്ത് നാൾക്കോ ഖിയാമത്ത് നാൾ കണ്ടുകൊണ്ടുള്ള ദുആ ഉത്തരവില്ല. അല്ലാഹു അല്ലാതെ ദുആ അല്ലാഹുവിന്റെ മാത്രം ദുആ ഏഴ് ടൈമിൽ മാത്രമോ ഞാൻ ഏഴ് മാസത്തിൽ വാഴ്ന്നു. ലാംഗ്വേജ് ലിമിറ്റ് അല്ലാഹുവില്ല, ജാഗര ലിമിറ്റ് ഇല്ല, ടൈം ലിമിറ്റ് ഇല്ല. അല്ലാഹു എല്ലാ ടൈമിലും ഏത് സന്ദർഭത്തിൽ എന്ത് ബിസിയത്ത് ഞാൻ കേട്ടു. അല്ലാഹു നല്ല ബിസിയാ അല്ലാഹു പിടിക്കും അവിടെ അതിന് ജവാബ്. അപ്പൊ അല്ലാഹുവില്ലാത്ത ദുആരല്ലേ അങ്ങനെ ദുആ അല്ലാഹുവില്ലാത്ത ആരും ജവാബ് കൊടുക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉദാഹരണം ചെന്നല്ലേ ലഹു ദഅവത്തുൽ ഹഖ്, ഹഖായ ദുആ, ന്യായപൂർണ്ണമായ ദുആ അല്ലാഹുവിനുള്ള ദുആ. അല്ലാഹുവില്ലാത്തവർക്ക് ദുആരല്ലേ ആ ദുആരങ്ങൾ എക്സാമ്പിൾ എത്ര വന്നില്ല. നിങ്ങളെ എതിർക്കൊരു ടേബിളിൽ ഒരു ഗ്ലാസ് തട്ടി വെക്കും. ആ തട്ടി വെച്ചിട്ട് ആ തട്ടി സ്വയം സെൽഫായിട്ട് എന്റെ വായിക്ക് പറഞ്ഞോ ചെറുപ്പം ഉദ്ദേശിക്കും വരുവാ. എത്രയോ വർഷം കാത്തിച്ചു ആ തട്ടി സെൽഫായിട്ട് വായിക്ക് പറഞ്ഞു. അതേപോലെ അല്ലാഹുവല്ലാത്ത മോത്തായിട്ട് പോയി ആലന്മാരുണ്ടു സൃഷ്ടിമാരുണ്ടു ദ്വാരക്കാരല്ലേ അങ്ങോട്ട് നിങ്ങളെ ദുആ അപ്പുറത്ത് പോയെങ്കിൽ അപ്പുറത്ത് ജവാബ് കിട്ടാൻ. ഈ തണ്ണി എന്റെ ഭാര്യ സ്വയം പാടാട്ടി നിങ്ങളെ ഭാര്യ സ്വയം പറയല്ലേ അതേപോലെ അപ്പുറത്തിൽ എന്റെ ജവാബ് ഇപ്പുറത്ത് കിട്ടാൻ. കബറിലിട്ടു തെരഞ്ഞെടുത്ത നമ്മൾ ഈ ദ്വാര നിങ്ങളെ ജവാബ് കിട്ടാൻ. ജവാബ് കിട്ടാത്തവർ എന്ന് കേൾക്കണം. കേട്ടത് കിട്ടാത്തവരോട് എന്ത് ദ്വാരക്കോ അല്ലാഹുവല്ലാത്ത അല്ലാഹുവിന്റെ സൃഷ്ടിമാരുടെ ദ്വാരല്ലേ അത് ശിർക്കായിട്ട് അല്ലാഹു മാഫാക്കുന്നത്. ആയത്ത് സൂറത്തുൽ അഹ്ഖാഫ് 5-ാമത്തെ ആയത്ത് അല്ലാഹു ചൊന്ന ഖിയാമത്ത് നാളത്തോളം നിന്റെ ജവാബ് തരാൻ സാധ്യമില്ലാത്തവരുടെ ദ്വാരങ്ങൾ എത്രയല്ലേ തീർന്നു പോയാ ഓ മൻ ദുആഹി ഖാഫിലൂൻ. നിങ്ങൾ ദുആ വിഷയത്തിൽ വൃത്തിയില്ല. മൈദീൻ ഷേഖിനോട് ദുആ മൈദീൻ ഷേഖ് ചൊന്നാൽ എന്നിട്ട് ദുആ എപ്പോൾ ദുആ കണ്ടില്ല. ഏത് നരകത്തോട്ട് ദുആ ഉണ്ടെങ്കിലും ഏത് അല്ലാഹുവിന്റെ സൃഷ്ടിമാരുടെ ദുആ ഉണ്ടെങ്കിലും അതെല്ലാം നാളെ ഖിയാമത്തിൽ നിരാകരിക്കുവാണ്. ഞങ്ങൾക്ക് ഈ ദുആ ഒന്നില്ല. അത് ഈ ദുആയുടെ വിഷയത്തിൽ ഗാഫിലായിരിക്കുന്നത് ശ്രദ്ധ കിട്ടിയിട്ട് കൊട്ടയിലേക്ക് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ അങ്ങനെ ആ നബിയും കൂടെ ഞങ്ങളെ ദുആ കേട്ടിട്ടില്ല, കേൾക്കാൻ സാധ്യവുമില്ല. ദുആ കേൾക്കണോ ദുആക്ക് ജവാബ് തണ്ടവണോ ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആല. ശിർക്ക് ചെല്ല മഹാപാപമുണ്ടല്ലേ അതിൽ നിന്ന് ഭാര്യ ജാഗ്രത വഹിച്ചു. അങ്ങനെ 50, 60, 70 വർഷം ജീവിച്ച ജീവിതമെല്ലാം നഷ്ടത്തിലായി കൊണ്ടതായി അങ്ങനെ ജീവിതത്തിലാക്കി അവരെല്ലാം പാത്തിലായി കൊണ്ട് വന്നതായ അവരെ ശിർക്കിച്ചിട്ട് അങ്ങനെ എത്ര 50 വർഷം നിസ്കരിച്ചിരിക്കുക. ഞങ്ങൾ വൈദ്യശേഖരോട് ദുആരത്തുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ സൃഷ്ടിമാരുടെ ദുആരത്തുണ്ടെങ്കിൽ ഞങ്ങൾ ഈ 50 വർഷം നിസ്കരിച്ച നിസ്കാരം നിഷ്ഫലം ധൂളിമട്ടാക്കി കൊണ്ടു അള്ളാഹുവിന്റെ കുറ്റമാണോ ആകാശത്ത് കീഴ്വഴ ഉണ്ടാക്കട്ടെ. അള്ളാഹു ആകാശത്തോടത്ത് കീഴ്വഴ എന്താവും? ഒന്നാം
കാക്കയോട് കൂടി കയറിയോ അല്ലെങ്കിൽ പക്ഷിനെ കുത്തിക്കൊണ്ട് പോകാൻ അതുപോലെ കങ്കാളായി പോകുന്ന ആഹ്ലത്തിൽ ആഹ്ലത്തില് വലിയ നേതാക്കന്മാരെയും വലിയ 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 ആളമാരെ നേതാക്കന്മാരാക്കി വെച്ചതാ അങ്ങ് ചെന്നത് ദിവ്യവാക്യ അങ്ങ് ചെന്നത് അപ്പുറം വിശ്വസിക്കില്ല ചെന്നിട്ട് അങ്ങ് താളമാറെ പേര് പോയതാ നാളെ ഖിയാമത്തുണ്ട് അങ്ങനെ സഹായം കിട്ടാണ്ട് കങ്കാലായി ചിന്താജനക അവസ്ഥയിലെത്തുവാൻ അവിടെ ആരുടെ സഹായവുമില്ല ഞങ്ങളുടെ റബ്ബായിട്ടുള്ള റബ്ബിന്റെ സഹായമാണ് അവന്റെ കുട്ട അവന്റെ കടലിൽ സഹായം കിട്ടണ അവന്റെ കടലിൽ മരണമാണ് ശിർക്ക് ചെല്ലതിന് അല്ലാഹു ചെല്ല കഠിനമായിട്ടും അല്ലാഹു മാഫാക്കില്ല അയ്യുശ്റക ബിഹിയോട് ശിർക്കാക്കരുത് വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ അതല്ലാതെ ബാക്കിയുള്ള പാപത്തെ അല്ലാഹു ഇഷ്ടപ്പെട്ടെങ്കിൽ മാഫാക്കി കൊടുക്കുക ശിർക്ക് ചെല്ലതായ പാപത്തിൽ നിന്നെന്താ മാഫിയെ കാട്ട് തോപ ചെയ്യാത്ത അവസ്ഥയിൽ ദുനിയാവിൽ എത്തമോക്കായത അവർക്ക് പിന്നെ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമ അല്ലാഹു അലൈഹി ജന്ന അവർക്ക് സ്വർഗ്ഗ ഹറാം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമേ ഇല്ല അത്രയും ഭയാനകമായ അത്രയും ഭീകരമായ അപായകാരിയായ പാപത്തിൽ ശിർക്ക് ചെല്ലല് അതിന് അർത്ഥം മനസ്സിലാക്കണം അല്ലാഹു ചെല്ലാ സൂറത്തുൽ മൂന്നാമത്തെ ആയത്തിൽ അലാനിയോ ലില്ലാഹി ദീനുൽ ഖാലിസ് ലില്ലാഹി ദീനുൽ ഖാലിസ് ഖാലിസായ ദീൻ അല്ലാഹുവേ വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ അല്ലാഹുവിനെ മുട്ടത്തു ഔലിയാക്കന്മാരായിട്ട് സഹായിയായിട്ട് സ്വീകരിക്കുന്ന മക്കത്തെ മുശ്രിക്കന അങ്ങനെ വിശ്വാസത്തിലേക്ക് മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും വിഗ്രഹത്തെ ആരാധിക്കുന്നവരുടെ ദ്വാരങ്ങളോട് സഹായിക്കരുത് എന്ത് ഇവനായിട്ട് അങ്ങ് അല്ലാഹുവിനെ മുട്ടാക്കുവാൻ ചെല്ല നീയത്തില് ഖിയാമത്തിലുണ്ട് അല്ലാഹുവിനെ മുട്ടാക്കുവാൻ ചെന്നിട്ട് ഇന്നത്തെ സമുദായത്തിൽ എടുത്ത് നോക്കുള്ളൂ മൊഹീദ്ദീൻ ശൈഖ് ആരൊക്കെ പറ്റും അല്ലാഹുവല്ലാത്തവരെ സൃഷ്ടിമാരട്ടോ നബിമാരട്ടോ ഔലിയാക്കന്മാരട്ടോ ആരൊക്കെ പറ്റും അത് ചെല്ലോ ഇതേ ന്യായായിരിക്കരുത് ഖിയാമത്തിലുണ്ട് നിങ്ങൾക്ക് മുട്ടാക്കുവാറ് ഞങ്ങൾ പാപ്പി ഞങ്ങൾ വലിയ വലിയ പാപ്പാക്കിയ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ ദൈവത്തിലേക്കുള്ളതായ അർഹതയില്ല ഞങ്ങൾ ഔലിയാക്കന്മാരുടെ കേട്ടിട്ടാണ് മുട്ടാക്കാൻ അല്ലാഹു കേൾക്കോ അല്ലാഹു ചെല്ല ഞങ്ങൾ ഇട്ടു ഞങ്ങളെ കണ്ടനാലിലെ കാലം മുട്ടുള്ള നാലിക്ക് ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد ഞങ്ങളായിട്ട് കാലികളെ സൃഷ്ടിച്ചാണോ നിങ്ങളെ മനസ്സുകൊണ്ടൊക്കെ മന്ത്രിക്കണമെന്ന് അറിയില്ല നിങ്ങളെ കാലം കണ്ടനാലിലെ കാലം മുട്ടണമുള്ള ഞങ്ങൾക്ക് മുട്ടുള്ളതായ അല്ലാഹു ചെല്ല നിങ്ങൾക്ക് മുട്ടുള്ളതാണ് നിങ്ങൾ ഇത്തരക്കാലം മുട്ടാറില്ല നിങ്ങൾ കണ്ടനാലിലാണ് മുട്ടാറില്ല അത്ര മുട്ടുള്ള റബ്ബിനെ മുട്ടത്ത് ഭക്താവിലുള്ള ആൾ വിളിക്കണം മദീനത്തുള്ള നബിയെ വിളിക്കണം അല്ലെങ്കിൽ അജ്മീറിൽ വിളിക്കണം മുട്ടുള്ള റബ്ബില് ഞങ്ങളെ കാട്ടോടും അരിയോടും എല്ലാത്തിനും നോക്കിയിട്ട് അർത്ഥാനിക്കുന്ന പേര് തങ്കരോടും തന്റെ റബ്ബിലോട്ട് വിളിച്ചിരിക്കാവൂലേ ആ റബ്ബിനെ മനമാവും മക്ക ആവശ്യിക്കുക ചെന്നോടി നിങ്ങൾ വാങ്ങിച്ചിട്ട് എത്ര ചെന്നൈയില് അങ്ങനെ കൃഷിമാറസാക്ക ഔലിയാക്കാണ് ആർക്കുകൾ ദുആകളുണ്ട് ഔലിയാക്കന്മാർ കല്ല് വൈദ്യമാരുണ്ട് നിങ്ങളുടെ ആർക്കുകൾ ദുആകളുണ്ട് അതെല്ലാം ഞങ്ങൾക്ക് ഖിയാമത്തിന്റെ ശിഫാറത്തല്ലാതെ റെക്കമെൻഡാക്കാം ഇതേ വിശ്വാസം ഇന്നത്തെ സമുദായത്തിലുണ്ട് ഇന്നത്തെ സമുദായത്തിലുള്ള മനുഷ്യന്മാർ ചെല്ലോ അല്ലാഹുവിനെ ശിഫാറസാക്കലേ അതുകൊണ്ട് അല്ലാഹുവല്ലാത്തവരുടെ സൃഷ്ടിമാർ ഔലിയാക്കന്മാർ അല്ലാഹുവിനോട് ദുആ ചെയ്യും അപ്പൊ അല്ലാഹു അങ്ങനെ വിശ്വാസത്തെ തപ്പു ചെന്ന ശിർക്ക് ചെന്ന അതേ വിശ്വാസ ഖിയാമത്ത് നാളോട് ആര് ലഭിക്കുന്നത് ആ എല്ലാ വിശ്വാസവും ശിർക്കായിരിക്കും ഖുർആൻ ചെന്നായ ശിർക്കായ വിശ്വാസത്തിൽ ബദലാവണിയില്ല
വിശ്വാസം എല്ലാവരുള്ള വിശ്വാസം എനിക്ക് ഏതെല്ലാം ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കണം. പള്ളി ചെല്ലത് അല്ലാഹുവിന്റെ അത്യന്ത അനുഗ്രഹീതമായ ഈ ആയത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ പ്ലേസല്ല പള്ളി. ആ പള്ളിയിൽ ഞാൻ ആരോട്ട് വിളിക്കണം, നമ്മളോട്ട് വിളിക്കും. പള്ളിയിൽ അള്ളാഹു കൊല്ലത്ത് ആ പള്ളിയിലെ അതല്ലെങ്കിൽ പള്ളിയുടെ മൊത്തം എവിടെയും അള്ളാഹോട് ആരും ചേർന്നാണ് അള്ളാഹോട്ട് ദ്വാരങ്ങളായിക്കോളോ പള്ളി പരിപാലനാക്കേണ്ട. അതേക്ക് അള്ളാഹു ചെന്നോ ഇനമായ മസാജിദ മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഖാമ الصلوات والزكاة ولم يخش إلا الله. പള്ളി പരിപാലനാക്കേണ്ടക അള്ളാഹുവോട് വിശ്വാസം വെച്ചാവണോ, ഖിയാമത്ത് നാൾ വിശ്വാസം വെച്ചാവണോ, നിസ്കരിക്കുന്നതാവണോ, അതേപോലെ സക്കാത്ത് കൊടുക്കുന്നതാവണോ. അല്ലാഹുവല്ലാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാത്ത ആരും പേടിക്കാത്തതാവണോ. പള്ളിയിൽ വേണ്ടാൽ 10 വയസ്സിൽ 10 എതിർന്നോട് അതിലോട്ട് കേൾക്കണം. അത് വെച്ചിട്ട് വേണ്ട പേടി. അള്ളാഹു കാണാൻ ചെന്ന പേടിയില്ല. നരകത്തുള്ള എന്തെങ്കിലും ഷേക്കാണ്ട് ചെന്നെങ്കിൽ അവിടെ പോയിട്ട് സത്യത്തിൽ കണ്ട് റെഡിയുള്ള ചെന്ന് കേട്ടെങ്കിൽ റെഡിയില്ല. അള്ളാഹുവിന്റെ സത്യയുടെ റെഡിയുള്ള അതെന്താ അവസ്ഥ? അള്ളാഹുടെ കാണാറ് അള്ളാഹുടെ സൃഷ്ടിമാരെ അമ്പ്യാമ്യാക്കന്മാരെ പേടിക്കലായ ഒരു അവസ്ഥ ഇരിക്കലേ ഞങ്ങളുടെ സമുദായത്തിലുള്ള. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരെയും ശിർക്കെന്ന മഹാപാപമായിട്ടുള്ള വിശ്വാസത്തിന്റെ പൊടുപാടിത്ത് അതിൽ മുട്ടത്ത് യഥാർത്ഥമായ തൗഹീദിൽ ജീവിക്കാൻ എല്ലാവരും അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. أقول قولي هذا أستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده. സഹോദരന്മാർ, സത്യവിശ്വാസി, ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്, തഖ്വയെ കൊണ്ട് ജീവിക്കണം, തഖ്വയുള്ളവനായി ജീവിക്കണം ചെന്ന് നിങ്ങളത് വിനോദനാണ് വസിയത്താക്കുന്നത്. അപ്പോൾ എല്ലാവരും തഖ്വയുള്ളവനായി ജീവിക്കൂ. മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പാട്ടിട്ട് അല്ലാഹുവിന്റെ സൃഷ്ടിമാരുടെ ഞങ്ങളെ കുട്ടിയോട് പോലെ ശൈത്താനി അവനെ നിങ്ങൾ പാട്ടി يخوف أولياءه فلا تخافوهم وخافون إن كنتم مؤمنين. അള്ളാഹുവിന്റെ കുട്ടികൾ അള്ളാഹുവിന്റെ സൃഷ്ടിമാരട്ടുള്ളൂ ഞങ്ങൾ കുട്ടികൾ പോലെ ഞങ്ങൾ പേര് മാറ്റൂ. ആ ശൈത്താൻ ഇബ്ലീസ് ഇരട്ടാക്കപ്പെട്ട ഇബ്ലീസ് അവൻ ആത്മാരാണ് പേര് മാറ്റും. അവന്റെ മിത്രമാരുടെ പേര് മാറ്റും. പേര് മാറ്റിട്ട് നീ ഇങ്ങനത്തെ സ്വരാക്കില്ലെങ്കിൽ, നീ ഉപ്പ് കെട്ടിയില്ലെങ്കിൽ, നീ ഇങ്ങനത്തെ ബന്ധത്തിൽ പോയില്ലെങ്കിൽ, നീ ഇങ്ങനത്തെ വിശ്വാസം വെച്ചില്ലെങ്കിൽ ഇതാ നിന്റെ അവസ്ഥ ചിന്താജനകമാവും. നിന്റെ ഭവിഷ്യത്തെ നാശിക്കും. അള്ളാഹുവിന്റെ ലാനത്ത് കിട്ടിയോ? ഖിയാമത്താത്തോടുള്ള എല്ലാ മനുഷ്യന്മാരുമായിട്ട് ലാനത്താക്കപ്പെട്ടോ? ആ ശൈത്താന്റെ പേര് പാട്ടാ, ആ ശൈത്താന്റെ പേരിങ്ങനെ അധീനപ്പെടാണ്ട് ആ ശൈത്താനോട് സംഘടികമായി പേടിക്കണം. അവനെ പേടിക്കുന്നത് ഇങ്ങനെ എന്റെ പേടിക്കണം. അള്ളാഹു എന്റെ പേടിക്കൊണ്ടിരിക്കുക ഇങ്ങോട്ട് മൊബൈലായി ഞങ്ങൾ മൊബൈല സത്യവിശ്വാസിയാ അള്ളാഹു പേടിക്കണം. ചെമ്പത്താളമാർ കൈകൾ നമ്മളെ കൈകുന്നോളൂ, കാൽ നമ്മളെ കാൽകുന്നോളൂ, നടു നമ്മളെ നടുകുന്നോളൂ, മുട്ട് നമ്മളെ മുട്ടുകുന്നോളൂ. ഇങ്ങനെ വേറെ വേറെ ടൈപ്പ് അന്ധവിശ്വാസം ഞങ്ങളുടെ സമുദായത്തിലുണ്ട്. ആ നൂറെണ്ണങ്ങളെ ആ സീക്രട്ട് നൂറാക്കി അതായത് ഞങ്ങളുടെ സമുദായത്തിന്റെ വിശ്വാസം. 110 പേർ വെട്ടം കഴിയും. അതിന് എന്തോ ഇല്ല, അതിൽ മന്ത്രം ചെയ്തുകൂടി എന്തോ ഇല്ല. ആ 100 ഞങ്ങളെ സീക്രട്ട് ശിവാത്തിൽ ചെന്നാൽ ഞങ്ങൾ ശിർക്കാക്കിണ്ടാവും. അള്ളാഹു യാരെ താരമാണ് മോഹിനിക ചെറിയപ്പെട്ട യാറാണ് ശിർക്കാക്കാൻ ജീവിച്ചോണ്ടില്ല. അള്ളാഹുവിനെ വിശ്വാസിക്കാതെ വിശ്വാസം എത്രയോ പൂജ 2 വയസ്സാണെങ്കിൽ 24 கிடைச்சது. அதான் அந்த விசுவாசம்.
ഇങ്ങനെ അന്ധവിശ്വാസത്തിലും മൂഢനമ്പിക്കലും ശിർക്കിലും വിദഅത്തുള്ള സമുദായം മുങ്ങിപ്പോയി. ആ നൂറെന്ന പേടിക്കാണ്ട് ദർഗത്തിൽ നിന്ന് മന്ത്രിച്ച് കിട്ടിയതാവട്ടു ഏതൊക്കെ ഭവിഷ്യത്ത് ചെല്ലതാണെന്ന് ചെന്ന് വാദിക്കുന്നതായ മന്ത്രവാദി മന്ത്രിച്ചിട്ട് ഊതിക്കുന്നതാവട്ടു ഏതൊരു നൂറില്ല വിശ്വാസത്തിലേക്ക് ആറ് വിശ്വാസത്തിലേക്ക് മോഹിക്കുക. മോഹിക്കാനായിട്ട് അല്ലാഹു ചെന്നോ ഖാഫൂനി നന്ദനിക പേടിക്കോളൂ നന്ദനിക പേടിക്കോളൂ. അല്ലാഹുവിന്റെ സൃഷ്ടിമാരെ അല്ലാഹു സൃഷ്ടിമാരായിട്ടുള്ള തന്നതായ വസ്ത്രം പിരിക്കണ്ട. അതേപോലെ ആറ് നൂറ് കിട്ടിയാൽ താവീസ് കിട്ടിയാൽ താവീസ് കിട്ടിയ ശിർക്കാക്കിയ അവരുടെ മനസ്സിൽ എന്താ വിശ്വാസം വന്നു? ഈ താവീസായിട്ട് തന്നെ നല്ലൊരു വേണം തീരുമാനിക്കുക അല്ലേ? നമ്മുടെ സമുദായ വിശ്വാസത്തിൽ ഈ താവീസ് ഈ 10 രൂപ കൊടുത്ത് മന്ത്രിച്ചിട്ട് കൊണ്ട് കെട്ടിയതായ ഈ താവീസ് ഉണ്ടല്ലേ, ഇതായിരിക്കുന്നത് പനിയുടെ ശിഫാത്രോ എന്റെ കൈ നൊമ്പലായി ഈ കൈ കെട്ടി ഈ കയ്യിലെ നൊമ്പലത്തെ ശിഫാത്രോ ഈ താവീസായിട്ട് ചെന്നതാണ് വിശ്വാസം. ആ വിശ്വാസത്തോടുകൂടി ഈ മാ നഷ്ടമായിട്ട് പിന്നെ അവൻ മുമ്പിൽ ചെല്ലുമ്പോൾ അർഹതയില്ലാവൂ. അവന്റെ ഈ മാനേക്ക് നഷ്ടമായിക്കൊണ്ടോ അങ്ങനെ നിസ്കരിച്ചിട്ട് 19 എന്ന് ചെല്ലാം. اللهم لا مانع لما أعطيت ولا معطي لما منعت. അല്ലാഹുവേ നീ തന്നതിൽ തടയിടാറുമില്ല. അല്ലാഹ് നീ തടഞ്ഞത് തന്നാറുമില്ല. ഇതിനാ നിസ്കരിച്ച് പിന്നെ ചെല്ല എല്ലാവരും മുസ്ലിം ചെല്ലാൻ എല്ലാവരും ചെല്ലാം. പുറത്തുപോയി അവരുടെ വിശ്വാസം എന്തുകൊണ്ടാണ് വിശ്വാസം? അവൻ വിശ്വാസം ചെന്നോ അങ്ങന ആരെങ്കിലും നൂറിൽ കൊടുത്തു താവീസ് കൊടുത്തു അവന്റെ സീറ്റ് ശിഫാവുകൊണ്ട് വിചാരിച്ചില്ലേ അവനോട് ശിർക്കാക്കി. വിശ്വാസമൊക്കെ 16 ബയ്യത്താക്കി. ആ ബയ്യത്താക്കിയതായ സമയത്തില് ഒരാളൊട്ടും ബയ്യത്താക്കില്ല. ഒരാളൊട്ടും ബയ്യത്താക്കില്ല. 10 ഒരു ഭാഗത്തും ബയ്യത്താക്കിട്ട് ഒപ്പന്താക്കിട്ട് ഒരാളെ ഒപ്പന്തത്തെ കൊടുത്തു. കേട്ടാറ് ഇത്ര ആളോട് എല്ലാവർക്കും ബയ്യത്താക്കിട്ട് ഈ ഒരാളോട്ട് എന്ത് ബയ്യത്താക്കത്തില്ല? ചെന്നോ അവന്റെ കയ്യിൽ നൂലുണ്ടോ താവീസുണ്ടോ അങ്ങനെ അതില് കൈ കട്ടാക്കി എറിഞ്ഞ പിന്നെ ആ മനുഷ്യരുണ്ടാവും ഒപ്പന്താക്കിയ വിശ്വാസം അത്രയും അപ്പായക്കാരിയായിട്ട് താവീസ് കേട്ടത്. അതിനാ കൈകൊള്ളും ഞങ്ങളുടെ ജീവിതത്തിൽ മക്കളും കേട്ടോ തീരാ, വലിയയും കേട്ടോ തീരാ, പെണ്ണിനെയും കേട്ടോ തീരാ, ഇരിയാനും കേട്ടോ തീരാ, ചെറിയനെയും കേട്ടോ തീരാ, എല്ലാവരും അതിൽ പൊട്ടും. പൊട്ടില്ലാതെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന വന്നിട്ട സ്വർഗം നല്ല സ്വർഗം കൈതപ്പിക്കൊണ്ടോ ദുനിയാവെല്ലാം അവസാനം ദുനിയാവുന്ന ആളമാരങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ചെല്ലുവാൻ അതിന് നമുക്ക് ലോസ് ആയിക്കൊണ്ടത് നാളെ പരലോകത്തത് സ്വർഗം. ആ സ്വർഗത്തെ വേണ്ടിയിട്ട് മേനത്തോ ഇബാദത്തിൽ കൂടെ സ്വർഗത്തെ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് ഓതി ഇത്തഖദു അഹ്ബാറഹും വറഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അല്ലാ അല്ലാഹുവിനെ വിട്ടിട്ട് ധാരാളം പണ്ഡിതന്മാരെയും അങ്ങനെ പുരോഹിതന്മാരെയും റബ്ബാക്കി ആലോചിച്ചിട്ട് ഈ ആയത്ത് ഓതി കേട്ടപ്പ അലി ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു ചെന്നു ഇന്നാ ലസ്നാ നഅബ്ദുഹു അയാളെ കൊണ്ടു ഇസ്ലാം കബൂലാക്കണമെന്ന് വിശ്വസിച്ചല്ലോ. നബിയെ നന്നായി ഇബാദത്ത് എടുക്കില്ല റബ്ബേ, നബിയെ നബിയെ ഞങ്ങൾക്ക് ഇബാദത്ത് അർപ്പിക്കില്ല നബിയെ. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കി അതാ എന്തൊക്കെയുണ്ടോ അല്ലാഹു ഹലാലാക്കിയതിനെ അത് ഹറാമാക്കിയത് നിങ്ങൾ സ്വീകരിക്കില്ലേ? അല്ലാഹു വസ്തുന ഹലാലാക്കിയ എന്നിട്ട് നിങ്ങൾ ആ പുരോഹിതന്മാരും ആ പണ്ഡിതന്മാരും നിങ്ങൾ അത് ഹലാലാക്കി തന്നത് അല്ലാഹു ഹലാലാക്കിയത് ഹറാമാക്കി തന്നത് എക്സെപ്റ്റ് ആക്കില്ലേ, അംഗീകരിക്കില്ലേ? അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത് അത് ഹലാലാക്കി അത് നിങ്ങൾ സ്വീകരിക്കില്ലേ? അതെ സ്വീകരിക്കാൻ ചെന്ന അതായിരിക്കും നിങ്ങൾ കർമ്മിക്കുന്ന ഇബാദത്ത്. അല്ലാഹുവിന്റെ സൃഷ്ടിമാർ അല്ലാഹു ഹലാലാക്കിയത് ഹറാമാക്കിയത് അല്ലാഹു ഹലാലാക്കിയത് ഹറാമാക്കിയത് സ്വീകരിച്ചെങ്കിലേ അങ്ങോട്ട് ഇബാദത്ത് ഇരിക്കുന്നത് ചെന്ന്
ബാക്കി ഇബാദത്തുകൾ വിജയ ദുആകൾ വിജയിക്കല്ലേ ഇതേ അല്ലാഹു അക്ബർ ഇബാദത്ത് അല്ലാഹു ന്യായത്തിൽ വിവരണാക്കിയതായ ടൈമിലോ ആദ്യരാത്രി പതിനാൾ കേട്ടപ്പോൾ ലഭിച്ചെന്ന് കൊടുത്തത് മനുഷ്യ ജീവിതത്തിലെ എപ്പോഴും ശിർക്കപ്പെട്ടു തൗഹീദിൽ അടിയുറച്ച് ജീവിക്കും തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും എപ്പോഴും അവസാനം മരിക്കുന്നോടത്തോളം കാലം അവന്റെ യഥാർത്ഥമായ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുന്നു. തൗഫീഖ് തന്നവരികട്ടെ. അല്ലാഹുവിന്റെ തൗഹീദിനെ കൊണ്ടാണ്ട് ഞങ്ങളുടെ മനസ്സോടുകൂടെ തൗഹീദിനെ അംഗീകരിച്ചിട്ട് അവസാനം മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിക്കുമ്പോൾ അവന് തൗഫീഖ് തന്നവരികട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ഒരാൾ ക്യാൻസർ രോഗം ബാധിച്ചിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ 4ാമത്തെ സ്റ്റേജിലുള്ളൂ. അയാൾക്ക് ദ്വാരക്ക് റിക്വസ്റ്റ് ആക്കില്ല. അതേപോലെ ഒരു കിടാവും ആക്സിഡന്റ് ആയിട്ട് ചിന്താജനകമായ അവസ്ഥയിലുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജല്ലാല സീക്രയും അല്ലാഹു ആയിത്തരയുടെ ശിഫാവും ആജിൽ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അങ്ങക്ക് ആരോഗ്യത്തെയും ആഫിയത്തിലും കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അങ്ങനെ എന്തൊരു പ്രയാസം ബാധിച്ച് കഷ്ടപ്പെട്ടുള്ളതായ ആരോഗ്യത്തെ അല്ലാഹു ആയിത്തര വേഗ സിഫാക്കി തങ്ങളെ ഫാമിലി അല്ലാഹു സാന്ത്വനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആരല്ല ഇത് ഞാൻ വിളിച്ച് മൗത്തയിൽ മരണപ്പെട്ടത് പോയതാണ്. ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ അപ്പമ്മ, ഞങ്ങളുടെ സഹോദരന്മാർ, സഹോദരിമാർ, ഈ ഉമ്മത്തിലുള്ള നല്ല നല്ല മനുഷ്യന്മാർ, ദായിമാർ, ആലിമീൻ, ഉലമാക്കന്മാർ, ആരുടെ ഇത് ഞാൻ വിളിച്ച് വഫാത്തായിരിക്കുകയാണ്. അല്ലാഹു എല്ലാവരും മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആരെല്ലാം സീറ്റ് ബാധിച്ചിട്ട് കഷ്ടപ്പെട്ടവരാണ് ഔത്തുലേ പള്ളി വർഗാവാൻ 10 വർഗാവാൻ അങ്ങനെ ഔത്തുലേ ബാക്കിയായിട്ടുള്ള ലോക്ക്ഡൗൺ ആയിട്ടുള്ള എത്ര മനുഷ്യന്മാരുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ സീക്രയും ശിഫാവും ആജിൽ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ബാക്കി എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യം കൊടുത്തിട്ട് അവർക്ക് നല്ലപോലെ അല്ലാഹു ഇബാദത്ത് കൊണ്ടായ ആരോഗ്യത്തെ ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. دمر أعداءنا وأعداء الدين. اللهم اجرنا من النار. اللهم اجرنا واجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.